നമ്മളൊരു അമ്പലത്തിൽ പോയി കാണിക്കയിടുകയാണ്, ആരായാലും അത് നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇതെല്ലാം അതുപോലത്തെയാണ്. കാണിക്കയായിട്ട് സമർപ്പിച്ച സാധനങ്ങളാണ് ഇതെല്ലാം. അത് എന്നും പത്മനാഭന്റെ സ്വത്ത് തന്നെയാണ്. അത് തന്ത്രിയും എല്ലാവരും കൂടി അത് പൊതു ഡെവലപ്മെന്റിന് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമേ ഉള്ളൂ. വേറെ എത്രയോ എന്താണ് ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. എന്തിന് പത്മനാഭസ്വാമി അമ്പലത്തിന്റെ മാത്രം ആൾക്കാർ പറയുന്നു? പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ 3-4 ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. ഒന്നും ഇതുവരെ ഫൈനലായിട്ടില്ല. എന്നാലും ഇത് അമ്പലത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കാൻ പാടില്ല എന്നാണ് തന്ത്രി ഉൾപ്പെടെ എല്ലാവരുടെയും അഭിപ്രായം. ഇവിടെ വെച്ച് തന്നെ നമുക്കിത് എങ്ങനെ ഗുണപ്പെടുത്താം. അത് ഒരു ഒരുപാട് ഒരു മ്യൂസിയം തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിത് 3D മ്യൂസിയം നല്ലൊരു കോൺസെപ്റ്റാണ്. 3D ഇമേജസ് മാത്രം വെളിയിൽ കൊണ്ടുപോയിട്ട് ബാക്കി, അല്ലെങ്കിൽ അമ്പലത്തിന്റെ അകത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ ആൾക്കാർക്കും അകത്ത് കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു സംഭാഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. എന്തായാലും അത് പൊതുവിൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പൊതുവിൽ അത് സംസാരം നടക്കുന്നു. സത്യത്തിൽ ഇത് കാണിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ലിമിറ്റേഷൻ. കാണിക്കുന്നതെന്ന് വെച്ചാൽ എവിടെ വെക്കും, അതിന്റെ സെക്യൂരിറ്റി എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് ടെക്നോളജി പെട്ടെന്ന് എന്താണ് വളർന്നു വരുന്നൊരു കാലമല്ലേ. സെക്യൂരിറ്റി ആംഗിൾ കൂടെ നോക്കിയിട്ട് കമ്മിറ്റി തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ അധികം താമസിക്കാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീരുമാനമെടുക്കും. ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളിൽ അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനം. അതേപോലെ തന്നെയാണ് താങ്കളുടെ പഠിത്തം. രാജകുടുംബാംഗം പുറത്തുപോയി പഠിക്കുക എന്ന് പറയുന്നത് മുമ്പ് സാധ്യമായിരുന്നില്ല. അപ്പോ ചേട്ടന്മാരൊക്കെ പോയിട്ടുണ്ട്. ഞാന് നമ്മുടെ തലമുറയിൽ ഏറ്റവും യങ്ങസ്റ്റാണ് ഞാൻ. അപ്പൊ ആദ്യം അമ്മാവനും സ്കൂളിൽ പോയിട്ടില്ല, എല്ലാം മാറി മനസ്സിലാ പോയത്. അമ്മയും വല്യമ്മയും വിമൻസിൽ പോയി. ചേട്ടനും ചേച്ചിയുണ്ട്, വല്യമ്മയുടെ മകള് ചേച്ചിയുണ്ട്, പിന്നെ എന്റെ ഓൺ ബ്രദറുണ്ട്, പിന്നെ വല്യമ്മയുടെ മകനുണ്ട്. ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ തലമുറയിലുള്ളവര്. ഞങ്ങൾ 4 പേരും സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ എന്ന് വെച്ചാൽ മുൻപെന്ന് പറഞ്ഞ ഒരു 6-7 പേരില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോ ഈ കാലഘട്ടത്തില് ആ പ്രശ്നങ്ങൾ ഇല്ലാതെ അച്ഛൻ സ്കൂളിൽ വിടും. ഞാൻ ആദ്യം 2ാം ക്ലാസ്സിലാണ്, അടുത്തുള്ള സ്കൂൾ തന്നെ, നിർമ്മല ഭവനില്. അപ്പൊ അന്ന് യൂണിഫോം ഞാൻ ഇടൂലെന്ന് വഴക്കായിരുന്നു. 2ാം ക്ലാസ്സില് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കളർ ടീഷർട്ട് ഇട്ട് ഉച്ചവരെ പോവും. 2ാം ക്ലാസ് എന്താ സംഭവിച്ചു, പ്രിൻസിപ്പൾ സംഭവിച്ചു, ഉച്ചവരെ പോവും, തിരിച്ചു വരും, പിന്നെ പോവില്ല. 3ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഫുൾ യൂണിഫോമില് ഷൂ ഒക്കെ ഇട്ട് പോവും. അപ്പോൾ പിന്നെ എല്ലാ കുട്ടികളാണല്ലോ, കുട്ടികൾ ചോദിക്കും രാജാവാണോ, കിരീടമുണ്ടോ, വാളെവിടെ, ക്യൂറിയസ് കൊച്ചു കുട്ടികൾ. ടീച്ചറും പറയും അടിക്കൊന്നും ചെയ്യില്ല, രാജാവാണ്, പൂട്ടിയിട്ടുള്ള തമാശക്കൊക്കെ പറയും.